RBIയുടെ അപ്രൂവ് ആയിട്ടുള്ള ഒരു ലോൺ ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്കിവിടെ ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടിയിരിക്കുന്നത് 2,30,000 രൂപയാണ്. നമുക്കിവിടെ പ്ലാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി 2,20,000 രൂപയാണ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുക. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ് നമുക്ക് വരുന്നത്. നമുക്ക് 5,760 രൂപയുടെ 60 മാസത്തെ പ്ലാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ 48 മാസത്തേക്ക് 6,657 രൂപയുടെ ഒരു പ്ലാൻ വരുന്നുണ്ട്. 36 മാസത്തേക്ക് നമുക്ക് 8,186 രൂപയുടെയാണ് നമുക്ക് വരുന്നത്. ഓരോ 10 ഇയറിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പൈസയാണ് വരുന്നത്. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 18.49% ആണ്. മന്ത്ലി 1.54% ആണ് വരുന്നത്. നമുക്കിവിടെ കമ്പയർ പ്ലാൻസ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കിവിടെ നമ്മുടെ ടെന്യൂർ കുറയ്ക്കുന്നതിനനുസരിച്ച് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റും ടോട്ടലി കുറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മളിത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കൂടി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ അക്കൗണ്ടിലേക്കായിരിക്കും എമൗണ്ട് ക്രെഡിറ്റ് ആവുക. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ ക്രെഡിറ്റ് ആവും. ബട്ട് എല്ലാ കേസുകളിലും അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആവാറുണ്ട്. വിത്തിൻ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ക്രെഡിറ്റ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്രെഡ് എന്ന ആപ്ലിക്കേഷനാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ക്രെഡിൽ ക്രെഡ് ക്യാഷ് എന്ന ഫെസിലിറ്റിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എനേബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രെഡ് ക്യാഷ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും. 2,29,999 രൂപയാണ് എനിക്ക് അപ്രൂവ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്രെഡ് എന്ന ആപ്ലിക്കേഷൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കാനൊക്കെ ആയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. 4.8 റിവ്യൂ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്രെഡ് എന്ന ആപ്ലിക്കേഷൻ. നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ക്രെഡിറ്റ് കാർഡ് ബിൽസ് അടയ്ക്കാനായിട്ട് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുക. UPI പേയ്മെൻറ്റ്സും ഇതിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ക്രെഡ് എന്ന ആപ്ലിക്കേഷൻ്റെ ലെൻഡിങ് പാർട്ട്നേഴ്സിൽ നമുക്ക് മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ IDFC ബാങ്ക് തന്നെയാണ് വരുന്നത്. ബാക്കി കുറേ ലെൻഡിങ് പാർട്ട്നേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാം ട്രസ്റ്റബിൾ ആയിട്ടുള്ള RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ക്രെഡ് ക്യാഷിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ക്യാഷാണ്. അതുപോലെ തന്നെ KYC ഒക്കെ ഓൾറെഡി നമ്മുടെ ആക്ടിവേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കതുപോലെ ഫോർക്ലോഷർ ചെയ്യാനായിട്ട് എക്സ്ട്രാ ചാർജസ് ഒന്നും ക്രെഡ് എന്ന ആപ്ലിക്കേഷനിൽ പിടിക്കുന്നില്ല. എത്രയാണോ നമുക്ക് കിടക്കുന്ന എമൗണ്ട് അത് നമുക്ക് ഫോർക്ലോഷർ ചെയ്താൽ മതി. വേറെ എക്സ്ട്രാ ചാർജസ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോൺ എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ക്രെഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ക്രെഡ് ക്യാഷ് എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബിൽസൊക്കെ നമ്മൾ ഇതിൽ നിന്നാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ UPI പേയ്മെൻറ്റ്സ് റീചാർജസ് ഒക്കെ ഇതിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെയാണ് ഇത് വരുന്നത്. പ്രീ അപ്രൂവ്ഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ക്രെഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല. കുറച്ച് നാൾ യൂസ് ചെയ്താൽ തന്നെയാണ് നമുക്ക് ഈ പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കൂടി ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ഇടയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്.